ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമഃ. ഇവിടെ നമ്മൾ ഹരിനാമ കീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം നോക്കാം. അപ്പോൾ പദ്യം 38 ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഇതോതുന്ന ഗീതകളിലും പാൽപ്പയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമഃ. ഇവിടെ ഭഗവാനെ ആനന്ദരൂപ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദ സ്വരൂപമാണ് എന്ന് പറയും. അതുകൊണ്ട് കാരണം ശുദ്ധമുക്ത നിത്യ ബുദ്ധ ബോധമാണ് ശരിക്കും ഭഗവാൻ. അപ്പോൾ എന്നും നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ ചൈതന്യമാണ്, ആനന്ദരൂപമാണ് ഭഗവാൻ. അപ്പോൾ അത് ഈ ഭഗവാനെ കാണാൻ കഴിയില്ല, എന്നാൽ അനുഭവിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് യോഗീന്ദ്രന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ യോഗീന്ദ്രരുള്ളിലും യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹത ധ്വനികളായി അതായത് ഉള്ളിൽ അനാഹതം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം അവിടെയാണ് ഒരു ധ്വനികളായിട്ട് ഭഗവാൻ പ്രതിധ്വനിക്കുന്നു യോഗികളുടെ ഉള്ളിൽ നിന്ന്. അപ്പോൾ പിന്നെ ഒരു ഝം എന്ന പ്രപഞ്ചത്തിൻ്റെ ശബ്ദം, അതായത് ആകാശത്ത് ശബ്ദം ഝം എന്ന രീതിയിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ രണ്ട് ചെവിയും ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു ഇങ്ങനെ രണ്ട് ചെവിയും പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ശബ്ദം ഉണ്ടാവുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതാണ് ഝം എന്നുള്ളൊരു ശബ്ദം. അതാണ് സമുദ്രത്തിൻ്റെ ആ ഒരു സമീപത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആ പ്രപഞ്ചത്തിലുണ്ടാവുന്ന ആ ഒരു ശബ്ദം. അതുപോലെ പിന്നെ സദാ ഈ ശബ്ദം പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് യോഗീശ്വരന്മാരുടെ ഉള്ളിലും പല വിധത്തിൽ അത് പ്രകടമാകുന്നു എന്നും ആണ് പറയുന്നത്. അപ്പോൾ അതായത് ആകാശവീതിയിലും അതാണ് പറയുന്നത്, ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും. അപ്പോൾ ഈ ശബ്ദം തന്നെയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ശബ്ദരൂപത്തിൽ നമുക്ക് ദർശിക്കാം. എവിടെയൊക്കെ ദർശിക്കാം? സമുദ്രത്തിൻ്റെ സമീപത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ആകാശത്തിൽ ആ ഒരു ഝങ്കാരനാദം, ആകാശത്തിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദം, ഇതെല്ലാം ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശബ്ദതരംഗങ്ങളും ഝങ്കാരനാദം, എല്ലാ ശബ്ദതരംഗങ്ങളിലും ഝങ്കാരനാദം ഒന്നായി നിറഞ്ഞരുളുന്നു. അപ്പോൾ ആ ഒരു അതുപോലെയാണ് എങ്ങനെയാണ് ആ നാദം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉള്ളത്, സമുദ്രത്തിലും ആകാശത്തിലും എല്ലാവിടെയും ഉള്ളത്, അതുപോലെയാണ് ആനന്ദസ്വരൂപനായ ഈശ്വരൻ പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം ഒന്നായി നിറഞ്ഞരുളുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഒന്ന് നോക്കാം. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഇതോതുന്ന ഗീതകളിലും പാൽപ്പയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമഃ. അതായത് യോഗീന്ദ്രരുള്ളിലും യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹത ധ്വനികളായും, ഓതുന്ന ഗീതകൾ എന്ന് പറയുമ്പോൾ ഗാനം ചെയ്യപ്പെടുന്ന വിവിധ രാഗങ്ങളുടെ രൂപത്തിലും, ആകാശവീതി ആകാശമാർഗത്തിൽ സദാ ഝങ്കാരനാദമായിട്ടും പ്രകടമാകുന്നു. ഝങ്കാരനാദം ഇവ, ഝങ്കാരധ്വനിയെ പോലെ, ഝം, അതാണ് ഝങ്കാരനാദം. ഝം, നമ്മളെ ചെവി രണ്ടും അടച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഝങ്കാരനാദം അറിയാൻ കഴിയും. ഒന്നായി നിറഞ്ഞരുളും പ്രപഞ്ചരൂപങ്ങളിലെല്ലാം വിലസുന്ന ആനന്ദരൂപ, ആനന്ദസ്വരൂപനായ ഹരിനാരായണായ നമ. ഹരിനാരായണന് നമസ്കാരം. അപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുമ്പോൾ ഇതി വാപ്നോതി വിഷ്ണു എന്ന് പറയും. അതായത് എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്നു വിഷ്ണു എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ പാലാഴിയിൽ അനന്തൻ എന്ന് പറയുന്ന ആ പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്ന വിഷ്ണു അല്ല.
യഥാർത്ഥത്തിൽ പ്രപഞ്ചം തന്നെയാണ് വിഷ്ണു. അതാണ് അതിൻ്റെ. അപ്പോൾ ആ പ്രപഞ്ചത്തെ നമ്മൾ നമസ്കരിക്കുമ്പോൾ വിഷ്ണുവിനെ നമസ്കരിക്കുന്നത് തുല്യം. അപ്പോൾ എല്ലായിടത്തും ഭഗവാനെ കാണുക എന്നുള്ള ആ ഒരു അതാണ് അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യർ പറഞ്ഞത്. അപ്പോൾ ആകാശത്ത് സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശംഖാരനാദം പോലെ, പിന്നെ അതുപോലെ പാലാഴിയിലെ തരംഗഘോഷമായി അറിയപ്പെടുന്ന ആ ഒരു തരംഗത്തിൻ്റെ ശബ്ദം പോലെ, അങ്ങനെ ഇതെല്ലാം വിവിധ രൂപങ്ങളാണ് ശംഖാരനാദത്തിൻ്റെ. അതുപോലെ എല്ലാ ശബ്ദതരംഗങ്ങളും ഈ ശംഖാരനാദത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശബ്ദതരംഗങ്ങളിലും ഈ ശംഖാരനാദം നിറഞ്ഞ് അരുളുന്നു, അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതുപോലെയാണ് എങ്ങനെയാണോ ഈ ശംഖാരനാദം സമുദ്രതീരത്തു നിന്നും ആകാശത്തു നിന്നും നമ്മുടെ ഉള്ളിലും ഒക്കെ നമ്മൾ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നത്, അതുപോലെയാണ് ആനന്ദസ്വരൂപനായ ഭഗവാൻ പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. എന്നാൽ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച ഘടകങ്ങളൊക്കെ തന്നെ ആനന്ദസ്വരൂപനായ ഭഗവാനിൽ നിന്ന് ആണ് ഉദിച്ചത്. പിന്നെ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു, അവിടെ തന്നെ അസ്തമിക്കുന്നു. അതാണ് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ. സൃഷ്ടിസ്ഥിതി സംഹാരം യഥാർത്ഥത്തിൽ ഈ ത്രിമൂർത്തികളെല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാം ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് ആനന്ദരൂപനായ ഹരിനാരായണായ നമ എന്ന് ഭഗവാനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈശ്വര സ്വരൂപം എന്ന് പറയുമ്പോൾ കേവലം ആനന്ദ സ്വരൂപമാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആനന്ദമാണ്. അതാണ് അതിൻ്റെ ഒരു അനുഭവ മണ്ഡലത്തിൽ നിന്ന്. പക്ഷെ നമുക്ക് ആനന്ദം മറഞ്ഞു പോയിരിക്കുന്നു. കാരണം നമ്മൾ ആനന്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ ആനന്ദത്തെയും, എല്ലാവരിലും ആനന്ദം ഉണ്ട്, എല്ലാവരും ഈശ്വരൻ്റെ രൂപങ്ങളാണ്. എന്നാൽ ആ ആനന്ദം എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെ അവിദ്യ അല്ലെങ്കിൽ മായ അത് മറച്ചിരിക്കുന്നു. പിന്നെ അപ്പോൾ ആ ആനന്ദവും ബോധവും ആണ് യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങളും ആനന്ദവും ബോധവുമാണ്. പക്ഷെ അതിനെ മറച്ചിട്ട് നമ്മൾ ആരാണ് മറയ്ക്കുന്ന? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ മനുഷ്യനെ പ്രത്യേകിച്ചും ഇങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നമ്മൾ എപ്പോഴാണോ ധ്യാനം അല്ലെങ്കിൽ സമാധി അവസ്ഥയിലേക്ക് പോകുന്നത്, അപ്പോൾ മാത്രമേ ആ ഒരു ഉണ്മ, ഭഗവാൻ എന്ന് പറയുന്ന ഉണ്മയെ അറിയുകയും ആ ഒരു ബോധം, ആ ബോധത്തിലേക്ക് ഉണരുകയും, ആ ബോധം എന്ന് പറയുന്നത് പിന്നെ അനന്തബോധശക്തി, ആ ഒരു അനന്തബോധശക്തിയാണ് യഥാർത്ഥത്തിൽ ചൈതന്യമായിട്ട് എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിലും ഉള്ളത്. അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉയരുകയും ആ അവസ്ഥയിൽ ആ ഒരു അനുഭവവേദ്യമാകുന്നു. അതുകൊണ്ടാണ് സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ, ഈശ്വരനെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രം ആണ് ഈ ആനന്ദ അനുഭവം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആനന്ദ അനുഭവത്തെ മറയ്ക്കുന്നതാണ് നമ്മുടെ അല്ലെങ്കിൽ അവിദ്യ. അത് നമ്മുടെ ഈ ആനന്ദ അനുഭവത്തെ മറയ്ക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ ദുഃഖിയായിട്ട് നടക്കുന്നത്. മനുഷ്യൻ എപ്പോഴും ദുഃഖിച്ചും വിഷമിച്ചും പരാതികൾ പറഞ്ഞും കരഞ്ഞും. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു മോചനം നേടാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ എന്താണ് ജീവിതമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഒരു സന്ദേശം നൽകുകയാണെങ്കിൽ അവരെ അത് പഠിപ്പിച്ചെടുക്കണം. ജീവിതം ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ കൊട്ടാരങ്ങൾ പണിയുകയും കുറേ എന്താ പറയുക സുഖഭോഗങ്ങളിൽ മുഴുകുകയും അല്ല. എന്നാൽ എല്ലാം അനുഭവിക്കാമെന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നീ 100 വയസ്സ് വരെ ജീവിച്ചോളൂ, അല്ലെങ്കിൽ 120 വയസ്സ് വരെ ജീവിച്ചോളൂ. പക്ഷേ 100 വയസ്സെന്നാണ് നമ്മുടെ ഒരു പുരുഷായുസ്സിന് പറയുന്നത്. അപ്പോൾ 120 ഭഗവാൻ 125 വർഷം ജീവിച്ചിരുന്നു എന്നാണ് ആ രൂപത്തിൽ, ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ 125 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ജീവിച്ചോളൂ. എന്നാൽ
അങ്ങനെ ജീവിക്കുമ്പോൾ ആ ഒരു ആനന്ദ അനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ അവിദ്യ മാറണം, അല്ലെങ്കിൽ മായയിൽ നിന്ന് നമ്മൾ മുക്തരാവണം. എന്നാൽ മായ നമ്മളെ എല്ലാത്തിൽ നിന്നും മറിച്ച് നമ്മളെ ദുഃഖിയായിട്ടും വിഷമിക്കുന്ന ഒരാളായിട്ടും പല പല അനുഭവങ്ങളിലൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ശരിയായിട്ടുള്ള സാധന അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അയാൾ അതിൽ നിന്നൊക്കെ ഉയരുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ഈശ്വര സ്വരൂപം അത് അനുഭവവേദ്യമാകും. മാത്രമല്ല ആ ഒരു ആനന്ദം തന്നെയാണ് ഭഗവാൻ എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാവും അയാൾക്ക്. അതാണ് ഭഗവാൻ കേവല ആനന്ദരൂപനാണ് എന്നും ഝങ്കാരനാദത്തിൽ നിന്ന് വിവിധ ശബ്ദങ്ങൾ എന്ന പോലെ അവയെല്ലാം പ്രകടമാകുന്നതെന്നും അവയിലൊക്കെ ആനന്ദരൂപമായ ഭഗവാൻ നിറഞ്ഞ് അരുളുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈശ്വര സ്വരൂപം എന്ന് പറയുന്ന കേവല അനുഭവമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മായ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിഷമിച്ചും കരഞ്ഞും ദുഃഖിച്ചും നടക്കുന്നത്. എന്നാൽ അതിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. നമുക്ക് ഓരോരോ നമ്മുടെ ഓരോ ചിന്തകളും നമുക്ക് പല 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 ദുഃഖങ്ങൾ കൊണ്ടുതരും. അപ്പോൾ അതുകൊണ്ട് നല്ല ചിന്തകളിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ ഒരു മാർഗം. എന്നാൽ ആ ഒരു മാർഗം സ്വീകരിക്കാൻ കുറേ ചിട്ടയായിട്ട് കുറേ സാധന അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്കൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരു പദ്യം ഒരിക്കൽ കൂടെ ചൊല്ലാം. ശംഖാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഇതോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.